എറണാകുളം ചെറിയകടവ് കമ്പനിപ്പടി ഭാഗത്ത് കടൽക്കയറ്റം രൂക്ഷം. വീടുകളിലടക്കം വെള്ളം കയറി, റോഡുകളിൽ വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടായി. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് തീരദേശവാസികളുടെ പരാതി. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയകടവ് കമ്പനിപ്പടി ഭാഗത്താണ്. ഈ വീടുകളിലൊക്കെ തന്നെ കടൽ വെള്ളം ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ സ്റ്റെപ്പിൽ, അതായത് വീടിനുള്ളിലേക്ക് കയറിയ വെള്ളം തെറ്റിക്കളയുകയാണ് വീട്ടമ്മമാർ. ഇവർ നാളുകളായിട്ട് ഈ ദുരിതത്തിൽ തന്നെയാണ് കഴിയുന്നത്. അതായത് കടൽ കയറ്റം ഉണ്ടാകുന്ന സമയത്ത് കടൽ വെള്ളം നേരെ ഇരച്ച് ഈ പ്രദേശത്തെ വീടുകളിലേക്ക്, ഒട്ടുമിക്ക വീടുകളിലേക്കും കയറുന്ന ഒരു സാഹചര്യം. വീട്ടുമാരൊക്കെ തന്നെ ഈ ഒരു ദുരിതാവസ്ഥ നാളുകളായിട്ട് നേരിടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ടെട്രാപോഡ് കടൽ ഭിത്തി ഒന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല. വളരെ വലിയൊരു ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ആ കാണുന്ന വീടുകളിലും ഈ കാണുന്ന വീടുകളിലും ഒക്കെ തന്നെ കടൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം അകത്തു നിന്ന് ബക്കറ്റിൽ കോരിക്കളയേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ചേച്ചി, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ചേച്ചി? പെരക്കാത്തോട്ട് കയറിയ കണ്ടോ, ഒരു സാധനമില്ല. എല്ലാ പെരക്കാത്ത എല്ലാം ഒഴുകി പോയിട്ട് എല്ലാം എടുത്തു വെച്ചാണ് കാണുന്നത്. ഇത്ര കൊല്ലമായി അനുഭവിക്കണെന്നറിയാമോ ഞങ്ങൾ? സഹിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ പ്രായമായ ആളെ. ഇന്നലെ ഇല്ലേ 1 മണിക്ക് തുടങ്ങിയ വെള്ളം 10 മണി രാത്രി വരെ ഈ വെള്ളത്തിൽ ഞങ്ങൾ ഇരിക്കണേ. വയസ്സായ ഞങ്ങൾ ഈ രോഗം വരികയല്ലേ, ഇതെല്ലാം അണുക്കള. ഈ ഓരോരുത്തരുടെ ബാത്റൂമിൻ്റെ സെപ്റ്റി ടാങ്കിലുള്ള അഴുക്കും എല്ലാം പൊട്ടിയൊക്കെ കിടക്കണ സ്ഥലം ഉണ്ടാവും. അതൊക്കെ ഇങ്ങോട്ട് പോരണേണ്, അറിയാമോ? എന്നിട്ട് ചെളി കെട്ടിക്കിടക്കണേണ്. ഇതിൻ്റെ ഞങ്ങളുടെ അലമാരുടെ അടിയിലൊക്കെ ഇല്ല ചെളി കെട്ടിക്കിടക്കണേരുന്നു ഇന്നലെ രാത്രി. ഞങ്ങൾ എന്നിട്ട് അത് വടിച്ച് ചെളി വടിച്ചിട്ടിട്ട് ഞങ്ങൾ അതിന്റെ പുറത്ത്, ആ വെള്ളത്തിന്റെ പുറത്ത് കട്ടിലി ഉള്ളതുകൊണ്ട് ആ കട്ടിലേ കിടന്നു. കട്ടിലേലും കയറിയ ബെഡൊക്കെ പൊക്കി വെച്ചേക്കണേ ഇപ്പൊ കയറിയിട്ട്, അറിയാം. ശരി, പഞ്ചായത്ത് മെമ്പറാണ് ഇതാക്കാണ് വീട്, ആ കുരിശുവരെ പറ്റ കാണുന്ന വീട്. സാരിയെ നോക്കണ പേര് ഒന്നും വന്ന് ചോദിക്കാൻ പാടില്ലേ? മാനസിക പരിഗണന ഞങ്ങളോട് കാണിക്കാൻ പാടില്ല. മാനസിക പരിഗണന അതുപോലെ ഞങ്ങളോട് ഇല്ല. ഈ വീടിന്റെ ഈ റൂമുകൾക്കുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളത്തിന്റെ കയറ്റത്തിന്റെ ആരംഭമായിട്ടുള്ള ഈ ഘട്ടത്തിൽ കൂടി ഈ റൂമിൽ ഏകദേശം ആ കട്ടിലിന്റെ കാലിന്റെ ആ ഭാഗത്ത്, ഭാഗത്ത് ആ വെള്ളം കയറുന്നുണ്ട്. അത്രയധികം ഒരു ദുസ്സഹമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്നാട്ടിലെ പ്രദേശവാസികൾ കഴിഞ്ഞുകൂടുന്നത്. കട്ടിലിന് മുകളിൽ കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇവർക്ക് കഴിയേണ്ടി വരുന്നത്. പലപ്പോഴും ഇവിടെയുള്ള പലരും ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ മാറിയിട്ടുണ്ടെങ്കിലും ചിലർക്കൊക്കെ തന്നെ മാറാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. എങ്ങനെ വീട് മാറാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ല, ഒരു സംവിധാനം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ എവിടെ പോകാനാണ് ഞങ്ങൾ? ഈ അടുക്കളയുടെ ഭാഗമാണിത്. ഈ അടുക്കളയുടെ ഭാഗത്തും ഈ കടൽ വെള്ളം ഇരച്ചു കയറിയിട്ടുണ്ട്. ഇവിടെ ഇവർ എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അന്നേരം ഭക്ഷണമൊക്കെ പാകം ചെയ്ത് എങ്ങനെയാണ് അവസ്ഥ? പാകം ചെയ്ത സാധനം അവിടെ ഇരിക്കാനാണ്, എടുത്തിട്ടില്ല, തിന്നാൻ പറ്റണില്ല. ഗതിമേ അപ്പാട്ട് ഇത് കവിഞ്ഞ് ഈ കടൽ വെള്ളം അവിടെ നിന്നുമാണ് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർക്ക് പാചകം ചെയ്യാനുള്ള അടുപ്പടക്കം കൂട്ടിയിരിക്കുന്ന ഇവിടേക്ക് കടൽ വെള്ളം ഇരച്ചു കയറി വരും. ആ കടൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് വേണം അവർക്ക് ഓരോ രാത്രികളും തള്ളി നീക്കാനായിട്ട്. വീട്ടമ്മമാര് മാത്രമല്ല, വൃദ്ധരായിട്ടുള്ള നിരവധി പേര് ഇവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. ഈ വെള്ളത്തിനുള്ളിൽ തന്നെ ഓരോ രാത്രികളും കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഏറെ ദുരിതാവസ്ഥ തന്നെയാണ്. ഈ ചെറിയകടവ് കമ്പനിപ്പടി ഭാഗത്തെ ജനങ്ങൾക്കാണ് ഈ ദുരിതാവസ്ഥയുള്ളത്. വീട് കീറിയിരിക്കണ, എപ്പോ വേണമെങ്കിലും തകർന്ന് വീട്. ഞങ്ങളുടെ വീടൊക്കെ കണ്ട എല്ലാം പൊട്ടിപ്പൊളിച്ചിരിക്കണ. ഇവിടെയൊക്കെ എങ്ങനെ എപ്പോ വേണമെങ്കിലും കണ്ട തകർന്ന് വീഴാന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. മാത്രമുള്ളൂ പേടിച്ചിട്ട് പിന്നിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ ഇതൊന്നും ഇതിൽ കൂടി കുത്തി ഒഴുകും. ഇപ്പൊ വെള്ളം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒഴുക്കായിരിക്കും ഇവിടെ നടക്കണം കൂടി പിറക്കാത്തോട്ട്. അതിൽ തന്നെ ഞങ്ങൾ നിൽക്കേണ്ടി വരും. ഞങ്ങൾ നിൽക്കാണ്ട് ഇവിടെ പോകും. വേറെ പോകാനൊരു സ്ഥലമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങളൊന്നും വരാൻ വേണ്ടി ഒരാളെ അന്വേഷിച്ച് വരാനില്ല. ഇവിടെ ഞങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കലേ. ഈ തീരദേശവാസികളുടെ കണ്ണുനീരിന് മറുപടി പറയേണ്ടത് അധികാരികളാണ്. കാരണം നാളുകളായിട്ട് ഇവർ ഈ ഒരു കടൽ വെള്ളം വീടുകളിലേക്ക് കയറുന്ന കാര്യത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി കളക്ട്രേറ്റിൽ യോഗം ചേർന്നുകൊണ്ട് തീരുമാനമായിട്ടുള്ളത് ജിയോ ബാഗ് അടക്കം അത് ഇവിടെ ഇട്ടുകൊണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഈ മഴക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ അത്തരം നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ തീരപ്രദേശത്തെ ഈ കടൽ വെള്ള കയറ്റം അതിനൊരു
പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ക്യാമറാമാൻ ഗോപകുമാറിനൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി.